നമസ്തേ. നമ്മുടെ സെൽഫ് എക്സ്പ്രഷൻ ഇംപ്രൂവ് ആവുകയാണ്. നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അനുഭവിച്ചത്, നമ്മൾ മനസ്സിലാക്കിയ സത്യം എന്താണ്, അത് മറ്റുള്ളവർക്ക് ഒതന്റിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാനുണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സെൽഫ് എക്സ്പ്രഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒതന്റിക് ആയിട്ടുള്ള ഒരു സെൽഫ് എക്സ്പ്രഷൻ അവിടെ സാധ്യമാവുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മറ്റൊരു വ്യക്തി വന്നിട്ട് നമ്മളോട് പറയുകയാണ്, എന്നെ ഇന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കണം, അല്ലെങ്കിൽ എന്റെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കണം എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ ഈ സത്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയ ഈ അനുഭവങ്ങൾ, ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള, നമ്മൾ കാണുന്നതായിട്ടുള്ള ആ ഒരു ട്രൂത്ത് ഉണ്ടല്ലോ, അതിന് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ, അതിനെ കോൺഗ്രുവന്റ് ആകാത്ത രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ഇൻകോൺഗ്രുവൻസ് ഫീൽ ചെയ്യുകയാണ്. ഞാൻ മനസ്സിലാക്കിയ സത്യമാണോ, അല്ലെങ്കിൽ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തതുപോലെ നമ്മുടെ ആത്മാവിന് അതൊരു വേദന ഉണ്ടാക്കുകയാണ്. അങ്ങനെ വന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള പരിപാടികൾ അങ്ങ് നിർത്തിവെച്ചു എന്നുള്ളതാണ്. ഒതന്റിക് ആയിട്ടുള്ള സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുണ്ടലിനി ശക്തി റൈസ് ചെയ്ത് നമ്മുടെ വിശുദ്ധ ചക്രത്തിലേക്ക് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ത്രോട്ട് ചക്രയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളിൽ സാധ്യമാകുന്ന ഒരു സംഗതിയാണ്. ത്രോട്ട് ചക്രയുടെ നിറം വിബ്ജിയോർ എന്ന് പറയുന്ന സമയത്ത് ബ്ലൂ കളറാണ് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ചക്രങ്ങളും വിശദീകരിച്ച് നമ്മളിപ്പോ ത്രോട്ട് ചക്രയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ത്രോട്ട് ചക്രം ആക്ടിവേറ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ അനുഭവമാണ് ഈ പറയുന്ന നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങളെ നമ്മുടെ തോട്ട്സും നമ്മുടെ ഫീലിങ്സും നമ്മുടെ ഇമോഷൻസും കോൺഗ്രുവന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സെൽഫ് എക്സ്പ്രഷൻ, അതുപോലെ തന്നെ ഒതന്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ നമുക്ക് സാധ്യമാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഓരോ വ്യക്തിയുടെയും സെൽഫ് എക്സ്പ്രഷൻ, അതിലൂടെയാണ് അവന്റെ കർമ്മം പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഞാനൊരു കലാകാരനാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയർ ആണെങ്കിൽ, ഞാൻ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു അഭിനേതാവാണെങ്കിൽ, എന്റെ ഉള്ളിലെ സെൽഫിനെ ഞാൻ എന്റേതായിട്ടുള്ള കർമ്മ മേഖലയിലൂടെ എക്സ്പ്രസ് ചെയ്യിപ്പിക്കുന്ന സമയത്താണ് എന്റെ കർമ്മം അവിടെ ഫലവത്തായിട്ട് എഫക്റ്റീവായിട്ട് സൊസൈറ്റിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചെറുതായിട്ടുള്ള ഒരു തത്വശാസ്ത്രപരമായിട്ടുള്ള ഒരു കൺസെപ്റ്റോ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യമോ എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സാറ്റിസ്ഫാക്ഷനും അവന്റെ വിജയത്തിനെയും നിർണ്ണയിക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത്. അപ്പൊ ഈ ഒരു മേഖലയിൽ നമുക്ക് ശക്തി കിട്ടുന്നു. അതാണ് നമ്മുടെ വിശുദ്ധ ചക്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ആക്ടിവേഷന്റെ ഒരു സൈനായിട്ട് ഇവിടെ ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത്. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ വിശുദ്ധ ചക്രയുടെ ഓപ്പണിംഗ് അല്ലെങ്കിൽ ആക്ടിവേഷന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നല്ല രീതിയിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്റെ ത്രോട്ട് ചക്രയുടെ ബ്ലോക്കേജസ് മാറിപ്പോകണം. ചിലപ്പോ എനിക്ക് ചുമയ്ക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ എനിക്കൊരു ഇറിറ്റേഷൻ ത്രോട്ടിൽ ഫീൽ ചെയ്യുകയാണ്, അത് പെട്ടെന്ന് തന്നെ മാറിപ്പോവുകയാണ്, എനിക്ക് തൊണ്ടയ്ക്ക് ഒരു കനം അല്ലെങ്കിൽ ഒരു ഭാരം തോന്നുകയാണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്തും, അതുപോലെ തന്നെ ഈ ബ്ലോക്കേജസ് ക്ലിയർ ആകുന്ന സമയത്തും ഒക്കെ ഉണ്ടാകുന്ന ഫീലിങ്സ് ആണ്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് മാറുന്നു. നമ്മുടെ ത്രോട്ട് ചക്രത്തിന്റെ ബ്ലോക്കേജസ് മാറി അത് ക്ലിയർ ആകുന്നത് പോലെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ് രണ്ടാമതായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ചില അടയാളങ്ങൾ ഇതിന്റെ ആക്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അടുത്തതായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് ശ്രവിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ശ്രവണം എന്ന് പറയുന്നതും നമ്മുടെ സംസാരവും രണ്ടും എത്രമാത്രം ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. സംസാരിക്കാൻ യാതൊരു വൈകല്യവും ഇല്ലാത്ത ഒരാൾക്ക് കേൾവി ശക്തി ജന്മനാ ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് സംസാരം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രവണം, നമ്മൾ ഈച്ച് ആൻഡ് എവരി സബ്റ്റിലായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ശ്രവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? പക്ഷികളുടെ കരച്ചിലുകൾ, അല്ലെങ്കിൽ അതിന്റെ സംഗീതം, പുഴയൊഴുകുന്ന ശബ്ദം, അല്ലെങ്കിൽ ഒരു അരുവിയുടെ ശബ്ദം. ഇനി അത് മാത്രമല്ല, നമ്മുടെ നഗരത്തിലെ ഓരോ കോലാഹലങ്ങൾ, ഓരോ മനുഷ്യന്റെ വ്യഗ്രതകൾ, ആകുലതകൾ, വാഹനങ്ങളുടെ ശബ്ദം, ഓരോ മനുഷ്യന്റെയും മനസാക്ഷിയുടെ ശബ്ദം, മനുഷ്യര് സംസാരിക്കുന്ന, അവർ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഓവർ തിങ്കിങ് അല്ല ഉദ്ദേശിക്കുന്നത്. റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്ന സമയത്ത് ആളുകൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിലും അവർ പറഞ്ഞതിൽ നിന്ന് ഹൈഡായിട്ട് കിടക്കുന്ന, അവർ മനഃപൂർവ്വമോ അല്ലാത്തതയോ ഒളിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുകയാണ്. എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലിസണിങ് ആണത്. ആക്റ്റീവായിട്ടുള്ള ലിസണിങ്ങും ഉണ്ട്. ഒരാൾ പറയുന്ന സമയത്ത് നമ്മൾ അയാളെ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ് അയാൾക്ക് ഉണ്ടാകുകയാണ്. അപ്പൊ അയാൾക്ക് നമ്മളോട് കൂടുതൽ പറയാനായിട്ട് സാധിക്കുകയാണ്. എംപതറ്റിക് ആയിട്ടുള്ള ലിസണിങ് ഉണ്ട്. അയാളുടെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് അയാളുടെ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്, ശ്രവിക്കാനായിട്ട് സാധിക്കുകയാണ്. അപ്പൊ ഈ ലിസണിങ്ങിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ഇമ്പ്രൂവ് ഉണ്ടാവും എന്നുള്ളതാണ്. സബ്റ്റിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ. അതുപോലെ തന്നെ നമ്മൾ
ഫിസിക്കലി ഒരു സൗണ്ട് വേവ് എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ശ്രവിക്കേണ്ട സ്പിരിച്വൽ വേൾഡിൽ നിന്നുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ഓഡിറ്ററി ഹാലൂസിനേഷൻ പോലുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ മാറി നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ പുറത്തു നിന്നും കേൾക്കുന്നത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, കൂടുതൽ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് നമ്മളെ മാറ്റുകയാണ് എന്നുള്ളതാണ്. നമുക്ക് കാര്യങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ഇതൊക്കെ വിശുദ്ധ ചക്രയുടെ ആക്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തതായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഡീപ്പർ അപ്രീസിയേഷൻ ഓഫ് സൗണ്ട് അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ വൈബ്രേഷൻ. നിക്കോളാസ് ടെസ്ല പറഞ്ഞ കാര്യം ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്. ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ സീക്രട്സ് ഓഫ് ദ യൂണിവേഴ്സ്, തിങ്ക് അബൌട്ട് എനർജി, ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ. വൈബ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ ഒരു വൈബ്രേഷൻ തൊട്ട് ഒരു സംഗീതം, ഇപ്പൊ പ്രകൃതിയിൽ നിന്ന് മഴ പെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങൾ, അതിന്റെ ശബ്ദം, പല രീതിയിൽ ആ മഴക്കാലത്തുണ്ടാകുന്ന പലവിധ ശബ്ദങ്ങളുണ്ട്. ചിലപ്പോൾ അത് നമ്മളിൽ ഗൃഹാതുരത്വം ഉണർത്താറുണ്ട്, ചിലപ്പോൾ അസ്വസ്ഥത ഉണർത്താറുണ്ട്, ചിലപ്പോൾ സന്തോഷം ഉണർത്താറുണ്ട്. പലരെയും പല രീതിയിലുള്ള ഇമോഷൻസ് ആയിട്ടാണ് അത് സ്വാധീനിക്കുന്നത്. എന്റെ മുത്തശ്ശൻ എന്നെ പഠിപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്, എങ്ങനെയാണ് മഴയുടെ ആ ഒരു ശബ്ദത്തിനെ ഒരു സംഗീതമായിട്ട് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. കാറ്റിന്റെ ശബ്ദത്തിനെ എങ്ങനെയാണ് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. ഫ്രം ഈച്ച് ആൻഡ് എവറി സബ്റ്റിൽ വൈബ്രേഷൻ ടു ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മ്യൂസിക് പോലും അതിന്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയാണ്. അതുവരെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഗീതാസ്വാദനം ഒന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കാത്ത മേഖലകളിൽ ആസ്വദിക്കാത്ത തരത്തിലുള്ള സംഗീതങ്ങൾ നമുക്ക് എനർജൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ഹീല് ചെയ്യുകയാണ്, നമുക്ക് കൂടുതൽ സന്തോഷവും ശക്തിയും തരികയാണ്, ആത്മവിശ്വാസം നൽകുകയാണ്, നമ്മുടെ കർമ്മം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ്. അങ്ങനെ സംഗീതാത്മകമായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു റിതമിക് ആയിട്ടുള്ള അവസ്ഥയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ഒരു സംഗീതാത്മകത നമുക്ക് കാണാനായിട്ട് ശ്രവിക്കാനായിട്ട് സാധിക്കുകയാണ് എന്നുള്ളതാണ്. ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റിയാണ്, കേൾക്കാനും അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ഇൻക്രീസ്ഡ് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സെൻസിറ്റിവിറ്റിയുടെ ഫലമായിട്ടാണ് നമുക്കിത് സാധിക്കുന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ അതിന്റെ ഫലമായിട്ട് ഇതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പാകത്തിന് വളരുകയാണ്. ഇപ്പൊ കവികളും ഗായകരും ഒക്കെ ചുറ്റിനുമുള്ള പ്രപഞ്ചത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് അവർ പാടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ എല്ലാത്തിന്റെയും സൗന്ദര്യാത്മകത സംഗീതത്തിലൂടെ, ശബ്ദത്തിലൂടെ മനസ്സിലാക്കാനും സ്വാംശീകരിക്കാനായിട്ടും അത് നമ്മിലൂടെ എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് സാധിക്കുകയാണ് എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റിലീസ് ഓഫ് സപ്രസ്ഡ് ഇമോഷൻസ് ആണ്. പല ആളുകളും അവരുടെ ഉള്ളിൽ പല രീതിയിലുള്ള ഇമോഷൻസിനെ അടക്കി പിടിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പല ആളുകളും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസും നിങ്ങളുടെ വീക്ക്നെസ്സുകളും നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനുകളും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് ഒന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്നുള്ളത്. ചില വ്യക്തികളൊക്കെ ഇത് എഫക്റ്റീവായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് ഈ വിശുദ്ധ ചക്രത്തിലേക്ക് എനർജി ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രഹസ്യങ്ങളില്ല എന്നുള്ളതാണ്. നമ്മളൊരു തുറന്ന പുസ്തകമായിട്ട് മാറുകയാണ്. എന്റെ ജീവിതത്തിലെ പാളിച്ചകൾ, എന്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, എനിക്കുണ്ടായിട്ടുള്ളതായിട്ടുള്ള വികാരങ്ങൾ, ഫീലിങ്സ്, ഇമോഷൻസ്, എനിക്ക് വന്നു പോയിട്ടുള്ളതായിട്ടുള്ള തെറ്റുകൾ, ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ, എന്റെ നേട്ടങ്ങൾ, ഇതൊന്നും പുറത്തു പറയാൻ നമുക്കൊന്നും തടസ്സമാകുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ സെൽഫ് എക്സ്പ്രഷന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. നമ്മൾ സ്വയം എക്സ്പ്രസ് ചെയ്യാണ്. നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ സെൽഫ് എക്സ്പ്രഷൻ സാധ്യമാക്കാനുള്ള നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും പരാജയപ്പെട്ട് കിടക്കുന്നവരും ജീവിതത്തിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഉത്തരം കിട്ടാതെ ഉഴലുന്ന മനുഷ്യർക്കും, അല്ലെങ്കിൽ സന്തോഷത്തിൽ മതിമറക്കുന്ന സമയത്ത് ചിലർക്ക് തിരിച്ചറിവായിക്കൊണ്ടും ഒക്കെ നമ്മുടെ ഈ സംസാരം അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്നതായിട്ടുള്ള സെൽഫ് എക്സ്പ്രഷൻ, അത് ചിലപ്പോൾ എഴുത്തായിരിക്കാം, സംസാരമായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിലൂടെയുള്ള ആ ഒരു പ്രവർത്തനം മറ്റുള്ളവർക്ക് ഗുണകരമായിട്ട് മാറുകയാണ്. അപ്പൊ നമ്മളിലൂടെ പ്രപഞ്ചം വർക്ക് ചെയ്യുന്നത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ ആരുടെ അടുത്തും പോയിട്ട് പ്രീച്ച് ചെയ്യുന്നില്ല. നമ്മൾ ആരോടും ദൈവം അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഇന്ന രീതിയിൽ ചിന്തിച്ചാലും പ്രാർത്ഥിച്ചാലും മാത്രമേ ദൈവത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ, ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്, ഇന്ന രീതിയിലുള്ള ജോലി കിട്ടിയാലേ അല്ലെ ഇന്ന രീതിയിൽ പണം സമ്പാദിച്ചാൽ മാത്രമേ നീ വിജയിക്കുള്ളൂ, ഇങ്ങനത്തെ ഒരു ചട്ടക്കൂടുകളും നമ്മൾ ആരുടെയും മുന്നിലേക്ക് പ്രപ്പോസ് ചെയ്യുന്നില്ല, പ്രീച്ച് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു, സയന്റിഫിക് നോളജ് പ്രധാനമാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യ ജീവിതത്തിൽ പ്രധാനമാണ് അവന്റെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അവനുണ്ടാകുന്ന ഫെനോമെനോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്.
അത് ഒരു മനുഷ്യ ജീവിതം ഷോർട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ സയന്റിഫിക് ഡാറ്റയും ChatGPT പോലെ നമുക്ക് തലയിൽ വെക്കാനായിട്ട് സാധിക്കില്ല. നമ്മളൊരു സാധാരണ മനുഷ്യജീവിയാണ്. ഒരു മനുഷ്യന്റെ പരിമിതികൾ നമുക്കുണ്ട് താനും. അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ആ പരിമിതികളെ മറികടക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസ് ആണ്, നമ്മുടെ ആത്മീയ അനുഭവങ്ങളാണ്. ഇത് മറ്റുള്ളവരോട് പറയുന്നതിൽ എന്താണ് തെറ്റ്? മഹാത്മാഗാന്ധിയെ പോലെയൊക്കെയുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ രഹസ്യങ്ങളും അദ്ദേഹത്തിന്റെ ആത്മകഥയിലൂടെ വെളിവാക്കിയിരിക്കുകയാണ്. ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും പ്രസിദ്ധരായിട്ടുള്ള പലരുടെയും ജീവിതത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ കഷ്ടതകളും അവരുടെ നേട്ടങ്ങളും ഒരു നാണക്കേടുമില്ലാതെ അവര് എക്സ്പ്രസ് ചെയ്യുകയാണ്. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയാണ്, മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആവുകയാണ്, ഇൻസ്പിറേഷൻ ആവുകയാണ്. അവരെ ചട്ടക്കൂടുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മുടെ വിശുദ്ധ ചക്രത്തിലേക്ക് കുണ്ടലിനി ശക്തി ഉയർന്നു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ചക്രം ആക്റ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അടുത്തതായിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ഇൻഡ്യൂഷൻ നമ്മളിലൂടെ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇൻസൈറ്റ്സ് നമുക്ക് ആക്വയർ ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. ഇൻറ്റ്യൂട്ടീവ് ഇൻസൈറ്റ്സ്, അല്ലെങ്കിൽ ആകാശിക് റെക്കോർഡ്സിൽ നിന്നുള്ള ഡൗൺലോഡ്സ്, അല്ലെങ്കിൽ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് ഓർ പ്രാണലോകത്ത് നിന്നുള്ള അറിവിന്റെ ശകലങ്ങൾ, ജ്ഞാനത്തിന്റെ അംശങ്ങൾ നമുക്ക് ലഭിക്കുകയും നമ്മുടെ വിശുദ്ധ ചക്രം ആക്ടിവേറ്റ് ആയതുകൊണ്ട് തന്നെ, പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടും സാധിക്കുകയാണ്. സോ നമ്മൾ ഒരു മനുഷ്യജീവി എന്നുള്ള രീതിയിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. എപ്പോഴാണോ നമുക്കത് അപ്ലോഡ് ചെയ്യാനും മറ്റുള്ളവരെ പബ്ലിക്കായിട്ട് കാണിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാകുന്നത്, ആ സമയത്താണ് നമ്മൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ഉയരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മളിൽ തന്നെ ഒതുങ്ങി പോവുകയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ, അതുപോലെ തന്നെ നമ്മുടെ നെക്ക്, ഇവിടെയൊക്കെ നമുക്കൊരു ഓപ്പൺനെസ്, ഒരു ഫ്രീഡം ഫീൽ ചെയ്യുകയാണ്. അതുവരെ വളഞ്ഞുകൂടി അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത രീതിയിൽ ആളുകളെ അഭിമുഖീകരിച്ചിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രൗഡായിട്ട് നിവർന്നു നിൽക്കാനായിട്ട് പഠിക്കുകയാണ് എന്നുള്ളതാണ്. അയാൾക്ക് നേരെ നിന്ന് മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കി കാര്യം പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവുകയാണ് എന്നുള്ളതാണ്. അപ്പോ അതും നമ്മുടെ ഈ വിശുദ്ധ ചക്രത്തിലേക്ക് ഊർജം ഉയർന്നു വരുന്ന സമയത്ത്, ആത്മീയ ഊർജം നമ്മളിലേക്ക് ഒഴുകി വന്ന് നമ്മുടെ വിശുദ്ധ ചക്രത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ഫിസിക്കൽ ആയിട്ടുള്ള അവസ്ഥയും കൂടി ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രഹിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചക്രത്തിലേക്ക് ഊർജം ഉയരുന്നതിന് മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ ഉയർന്നു വരുന്ന സമയത്തൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ചിലപ്പോൾ സ്വപ്നം കാണും, മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് ആഗ്രഹം തോന്നും, വലിയ പബ്ലിക്കിനെ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് പോലെ തോന്നും. നിങ്ങളൊരു ടീച്ചിങ് പൊസിഷനിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാകുകയും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറയുന്ന എക്സാമ്പിൾസ് അവരുടെ ജീവിതത്തിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് കടുകട്ടി തിയറികളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് ഗ്രാസ്പ് ചെയ്യാനായിട്ടും സാധിക്കുമെന്നുള്ളതാണ്. ഇതൊക്കെ വിശുദ്ധ ചക്രം നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഹാർട്ട് ചക്ര മുതൽ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫോർമേഷൻ ആണ്. അതിന് താഴെ വരെയുള്ള ചക്രങ്ങൾ ഒരു സാധാരണ അവസ്ഥയിൽ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മളെ യശസ്സിലേക്കും കീർത്തിയിലേക്കും ഉയർത്തുന്നത് ഈ മുകളിലേക്കുള്ള ചക്രങ്ങൾ തന്നെയാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ ടീച്ച് ചെയ്യുന്നത്, നമ്മളൊരു ടീച്ചറായിട്ട് മാറുന്നത്, നമ്മൾ സെൽഫ് എക്സ്പ്രഷൻ നടത്തുന്നത്. അത് മറ്റൊരു രീതിയിൽ കൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ റൂട്ട് ചക്രയിലേക്ക് വരുന്ന സമയത്ത് ഐ എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. അതിനുശേഷം സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് ഐ ഫീൽ എന്നാണ് പറയുന്നത്. അതിനുശേഷം മണിപ്പൂരിക അല്ലെങ്കിൽ മണിപ്പൂര ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഐ ഡു, കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് കിടക്കുന്നത്. അതിനുശേഷം നമ്മൾ ഹാർട്ട് ചക്രയിലേക്ക് വരുന്ന സമയത്ത് ഐ ലവ് എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ വിശുദ്ധ ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് ഐ ടീച്ച് ഓർ ഐ സ്പീക്ക് എന്നാണ് പറയുന്നത്. ഇനിയും ചക്രങ്ങൾ മുകളിലേക്കുണ്ട്, അത് വരും വീഡിയോകളിൽ തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഹിയർ യു ആർ എ ടീച്ചർ. നമ്മളൊരു ടീച്ചറെ പോലെ നമ്മുടെ ജീവിതത്തിനെ പഠിച്ച ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് മറ്റുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മളാണ് അവിടുത്തെ ഏറ്റവും വലിയ ടീച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങളെ നമുക്ക് എത്ര ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്ര ഡീപ്പായിട്ട് നമുക്ക് ശ്രവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, നമ്മുടെ മൂന്നാമത്തെ കണ്ണുപയോഗിച്ചുകൊണ്ടും കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ സെൽഫ് എക്സ്പ്രഷൻ, നമ്മൾ എത്ര നല്ല ടീച്ചറാണ് നമ്മുടെ ജീവിതത്തിൻ്റെത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ ചക്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിറം എന്ന് പറയുന്നത് നീലയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. വിബ്ജിയോർ, മഴവില്ലിന്റെ കളർ മാത്രം ഇവിടെ ആലോചിച്ചാൽ മതി. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, അങ്ങനെ താഴേക്ക് പോവുകയാണ് റെഡ് വരെ. അതിനപ്പുറത്തേക്ക് ഇൻഫ്രാറെഡും ഇതിന് മുകളിലേക്ക് അൾട്രാ വയലറ്റുമാണ് നിറങ്ങളിലുള്ളത്. അപ്പൊ നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള നീല നിറം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിങ്ക്രോണിസിറ്റീസ് ഒരുപാട് വർദ്ധിക്കുകയാണ്. നീല നിറത്തിലുള്ള പല കാര്യങ്ങൾ കാണുകയാണ്. നീല നിറത്തിലുള്ള വാഹനമായിരിക്കാം, നീല നിറത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കാം, നീല നിറത്തിനോട് നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുകയാണ്.
ഈ ചക്രത്തിന് വീക്ക്നെസ് ഉണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ഒരു നീല നിറത്തിലുള്ള ഒരു ഡ്രസ്സ് ധരിക്കുന്നത് നമുക്ക് കോൺഫിഡൻസ് പകരും. വാട്ട് എവർ ഇറ്റ് ഈസ്, പല വിശ്വാസങ്ങളാണിത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് ഇത് സാധ്യമെന്നല്ല പറയുന്നത്. നമുക്ക് മനഃശാസ്ത്രപരമായിട്ടുള്ള പ്ലാസിബോ എഫക്റ്റിനെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവ്യമാക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പല രീതിയിലുള്ള മതപരമായിട്ടുള്ള ധ്യാനങ്ങളെയും ആരാധനകളെയും ഒന്നും പൂർണ്ണമായിട്ടും വിമർശിക്കാത്തത്. ഇതിന്റെയൊക്കെ പിന്നിൽ പ്ലാസിബോ എഫക്റ്റ് വർക്ക് ചെയ്യുന്നു. പ്ലാസിബോ എഫക്റ്റിനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മതം വേണ്ട, മറ്റു രീതിയിലുള്ള ധ്യാനങ്ങൾ വേണ്ട. നിങ്ങൾ സ്വയം നിങ്ങൾ ദൈവവുമായിട്ട് പ്രവർത്തിച്ച് അത് വർക്കൗട്ട് ആക്കുകയാണ് ഒരിടനിലക്കാരനില്ലാതെ. അപ്പൊ ബ്ലൂ കളറിലുള്ള സിങ്ക്രോണിസിറ്റീസ് വർദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു ചക്രത്തിലേക്ക് എനർജി റൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന മറ്റൊരു ലക്ഷണമാണ്. അതുപോലെ തന്നെ വൈബ്രേഷണൽ എനർജിയെ കുറിച്ചിട്ടുള്ള ഹെയ്റ്റഡ് ആയിട്ടുള്ള അവയർനെസ് നമുക്ക് ഉണ്ടാകുകയാണ്. എല്ലാ തരത്തിലുള്ള വിദൂരത്തിൽ നിന്നുള്ള ശബ്ദങ്ങൾ പോലും ശ്രവിക്കാനുള്ള ഒരു ശക്തി നമുക്ക് കൈവരികയാണ്. ഓരോ ശബ്ദങ്ങളെയും നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. മനുഷ്യന്റെ സംസാരത്തിലെ ശബ്ദത്തിലെ ഇടർച്ച താഴ്ചകൾ പോലും നമുക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. നുണ പറയുന്നതും അല്ലെങ്കിൽ സത്യം പറയുന്നതും ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നതും ആത്മവിശ്വാസം ഇല്ലാതെ പറയുന്നതും ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ വന്ന് ഒരു വ്യക്തി പൊങ്ങച്ചം പറയുന്ന സമയത്ത് വളരെ കൺവിൻസിങ് ആണ് എന്ന് അയാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇയാൾക്ക് എന്തുണ്ട്, വാട്ട് ഹി ഈസ്, അല്ലെങ്കിൽ അയാൾ അല്ലെങ്കിൽ അവൾ എവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ആത്മവിശ്വാസത്തിന്റെ പുറത്ത് പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ആത്മവിശ്വാസം ഉണ്ട് എന്ന് സ്വയം തെറ്റിദ്ധരിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ പൊള്ളയായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് വൈബ്രേഷന്റെ ലെവലിൽ ചിന്തിക്കുന്ന സമയത്ത് ശബ്ദത്തിന്റെ എല്ലാ നിഗൂഢതകളും നമ്മുടെ മുന്നിൽ വെളിവായിട്ട് വരികയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യു ആർ ബിക്കമിങ് എ ടീച്ചർ ഓർ മാസ്റ്റർ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഊർജത്തിന് ഉയർത്തി മുകൾ ചക്രങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ജ്ഞാനോദയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും സാധാരണക്കാരായ നമുക്കും ഈ ഭൗതിക ലോകത്തിൽ ജീവിച്ചുകൊണ്ട് മിഡിൽ പാത്ത് ഈസ് ഗോൾഡൻ പാത്ത് എന്നുള്ള തത്വത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ഗുരുവോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള സിസ്റ്റങ്ങളോ ഇല്ലാതെ നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള ഈ ഒരു ഊർജത്തിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.